തിരിച്ച് കടുക് പൊട്ടി താഴെ വീണ് താഴെയെല്ലാം കടുകായി ഇന്ന് വിമാനം കമന്ന് പറക്കുന്നു. ഇവർക്കൊരു 5 വയസ്സുടെയെങ്കിലും ഒരു ബുദ്ധി വിവരം വേണ്ടേ? അവൻ 10ാം ക്ലാസ് വരെ പഠിച്ചല്ലേ, അവൻ തോന്നുന്നു കിഴങ്ങാ. അവൻ വിസയെല്ലാം വലിച്ചു വീട്ടിൽ വന്നിരിക്കുക. ഇപ്പൊ ജോലിയില്ല, കൂലിയില്ല, പണിയില്ല, പട്ടിണിയായി താഴെ വീഴാൻ കടുകില്ല, സന്തോഷം. ഈ സരളമ്മയ്ക്ക് ഇത് വന്നാ പോരാ. കാരണം എന്നറിയോ, ഒരു 3-4 ദിവസം അടുപ്പിച്ച് ഒരു കാക്ക പൈപ്പും ചൂട്ടി ഒന്ന് കുളിക്കാൻ നേരം ഇവർക്ക് കാക്കയോടൊന്ന് റൊമാൻസ്. അവരുടെ ഭർത്താവ് ദിവാകരൻ ഇങ്ങനെയായിരുന്നു, വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വരുമ്പോ ഇതേക്ക് അവിടെ നിന്ന് കുളിക്കാറുണ്ടെന്ന്. ആ പാവ മനുഷ്യൻ ആസ്മ പിടിച്ച് വലിച്ചു കിടന്നപ്പോ ഇവര് മഞ്ഞുരുന്നാലത്തിന്റെ ക്ലൈമാക്സ് കാണാൻ പോയതുകൊണ്ടാണ് അങ്ങനെ ഭിത്തിയിൽ കയറിയത്. അന്ന് ആ സ്നേഹം കാണിച്ചാലോ. കാക്ക കുളിച്ച് തിരിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ തോർത്തും പിടിച്ച് കാത്തിരിക്കുക. ബട്ടർ ടോസ്റ്റ് ഐസ്ക്രീമും പിന്നെ ബിരിയാണിയൊക്കെയാ കൊണ്ടുവച്ച് കൊടുക്കുന്നത്. എന്റെ പൊന്നു ദൈവമേ, രണ്ടും കൂടെ എന്നാണോ ഇനി രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിച്ച് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. ഞാൻ പക്ഷെ കുറച്ചു നാൾ ആ കാക്കേനെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കാക്കയ്ക്ക് ഒരു ഭാര്യ കാക്കയും 2 കാക്കച്ചി പിള്ളേരും ഉണ്ട്. അപ്പൊ എനിക്ക് ഉറപ്പായി സംഭവം സത്യം, അവളെ ഭർത്താവ് തന്നെ ജീവിച്ചിരിക്കുമ്പോഴേ അമ്മാതിരി അങ്ങനെ ഇമ്മാതിരി കന്നതിരൊക്കെ കാണിച്ചു നടന്നൊരു മനുഷ്യനായിരുന്നു. പിന്നെ എന്റെ അമ്മ പറഞ്ഞൊരു കാര്യം, സാർ ഡയറക്ടർ സാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ ഈ സ്റ്റേജിന് എന്തോ ഒരു പ്രശ്നം, നല്ല പ്രശ്നമുണ്ട്.